അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി കിടിലൻ ഒരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ ഫുള്ള് കൺട്രോളിങ് ചെറുവണ്ടികളെ വീഡിയോ ആണ്. ആൾട്ടോ 800 ഒരു നല്ല ശേഖരം നമ്മളെടുത്ത് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, കിടുകിണ്ണം വാഗണർ ഉണ്ട്, ഇന്നോവ ഉണ്ട്, പിന്നെ എന്താ പറയാ i10 ഉണ്ട്. എല്ലാ സാധനങ്ങളും നമ്മളെടുത്തുണ്ട്. അപ്പൊ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. അപ്പൊ 4 ആൾട്ടോ 800 തന്നെ ഉണ്ട് പുതിയ സ്റ്റോക്ക് കയറിയത്. 4 കിണ്ണം വണ്ടികളാണ്. 2015 മോഡൽ 2 കിടുകിണ്ണം വണ്ടികൾ, ചോപ്പുണ്ട് അതേമാതിരി നീലിയുണ്ട്. 2015 നമ്മളെ ഈ ചോന്ന ആൾട്ടോ 800 കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ ഓടിക്കുന്നത് 52,000 കിലോമീറ്റർ ആണ്. 2015 മോഡലാണ്. തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, കിടിലം വണ്ടിയാണ്. നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയി ഈ വണ്ടി ചെക്ക് ചെയ്യാൻ നമ്മളെ ഓപ്ഷൻ ഉണ്ട്. അത് ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് പോന്നാൽ മതി. അത്രക്കും കിടുകിണ്ണം വണ്ടിയാണ്. 2015 ഫുൾ നീറ്റ് വണ്ടിക്ക് നമ്മൾ പറയുന്നത് 2.25 ലക്ഷം റുപ്യാണ്. 2015 ഈ നീലനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വണ്ടിയാണ്. ഇവിടെ തന്നെ കരുവാരകുണ്ട് ഇറങ്ങിയ വണ്ടിയാണ്. KL71 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഈ വാഹനം ഒരു സാധന റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല, തട്ട് മുട്ട് ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അങ്ങനെ നീറ്റിൽ ഉപയോഗിച്ചിരുന്ന ഒരു പാർട്ടിന്റെയൊക്കെ നമ്മൾ കസ്റ്റമറെ പെരയിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്ത സാധനമാണ്. ഇതും നമുക്ക് 2.25 ലക്ഷം റുപ്യക്ക് 2015 മോഡൽ കിടുകിണ്ണം വണ്ടി നിങ്ങൾക്ക് സ്വന്താക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, അടിപൊളി ഒരു വാഗണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഭാഗവും നീറ്റിട്ടോ. 2015 ആണ്. അലൈവീലുണ്ട്, അടിപൊളി അലൈവീല്, ലെതർ സീറ്റ്, പിന്നെ അതുപോലെ ഗ്രേ കളറാണ്. കിണ്ണം വണ്ടി, എല്ലാ ഭാഗവും നീറ്റാണ്. മേജർ ആക്സിഡന്റും ഫ്ലഡും കാര്യങ്ങളും ഒന്നുമില്ല. അതൊക്കെ 100% നമ്മൾ ഗ്യാരണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ കയറിയ വണ്ടിയാണ്. ഡിക്കി സ്പോയിലർ, പുതിയ ഗ്രില്ലുകള്, എല്ലാ സാധനങ്ങളും ഉള്ള വണ്ടി നിങ്ങൾക്ക് വെറും 2,85,000 റുപ്യക്ക് നിങ്ങൾക്ക് സ്വന്താക്കാം. ഇനി വന്നോളി, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. അതിപ്പോ നമ്മൾ ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ ചെറിയ വിട്ടുവീഴ്ചകൾ ഉണ്ടാവും. 14 വണ്ടിയാണ് നമ്മൾ ഇനി അടുത്തതായി പരിചയപ്പെടുത്തുന്നത്. 2014 ആൾട്ടോ 800 തട്ട് മുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ വണ്ടിന്റെ സീറ്റ് കാര്യങ്ങൾ, AC, പവർ സ്റ്റാറിങ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. എവിടെയും ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടി നമ്മൾ 1,90,000 റുപ്യക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അടുത്തത് 2017 ഗ്രേ കളർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ഉള്ള കളറാണിത്. ന്യൂ ടൈപ്പില് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. തട്ട് മുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി പുത്തൻ ടയർ 2 ഫ്രണ്ട് വീട്ടിലുണ്ട്. ബാക്കിൽ അത്യാവശ്യം ഒരു 50% ടയർ അതുകൊണ്ട് നല്ല ഇന്റീരിയല് കാര്യങ്ങളൊക്കെ വർക്കിങ്, നീറ്റ് വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് 2,60,000 റുപ്യ. എന്തെങ്കിലുമൊക്കെ ചെറിയ നീക്കുപോക്കുകൾ നമുക്ക് ചെയ്യാം. വണ്ടി വന്ന് കണ്ട് സംസാരിക്കാം, നമുക്ക് മാന്യമായ റേറ്റ് കൊടുക്കാം. വേറെ വണ്ടി കൂടി നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. 2012 ആൾട്ടോ, ഏറ്റവും കൂടുതൽ മാരുതിന്റെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടിയാണ് ആൾട്ടോ. ആൾക്കാർ ഇപ്പോഴും കൂടുതൽ എൻക്വയറി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് ഫിറ്റിങ്സ് പറഞ്ഞാല് നല്ല അടിപൊളി അലവില്, ഗ്രില്ല്, പിന്നെ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എല്ലാ ഭാഗങ്ങളും ഫുള്ളിലൊരു വണ്ടിയാണ്. അടിപൊളി വൃത്തി, തട്ടിയിട്ടില്ല 1 ലക്ഷത്തിന് താഴെ ഓടിയിട്ടുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. 12 വണ്ടി നമുക്ക് 1,35,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഈ വണ്ടി എല്ലാവരും ശ്രദ്ധിച്ചോളി. 2015 മോഡലാണ്. 15 ഇന്റർകൂളർ എഞ്ചിനാണ്. ഒരു ഭാഗം കമ്മില്ലാത്ത എല്ലാ ഭാഗവും തികഞ്ഞ വണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. ഇന്നോവ G4 ഓപ്ഷൻ, ഫോഗ് ലാമ്പ് ഉണ്ട്, GR-ന്റെ ഗ്രില്ലുണ്ട്, അടിപൊളി ലെതർ സീറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയാ, എല്ലാ ഭാഗവും തികഞ്ഞ ഈ വണ്ടി കേരള നമ്പർ ആക്കിയിട്ട്, കച്ചവടം കേരള നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ പോണ വില 7,60,000 റുപ്യക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. തട്ട് മുട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല, 100% ഗ്യാരണ്ടി. ഇന്റർകൂളർ എഞ്ചിനാണ്. പിന്നെ ഇവിടെ പേരിൽ നമ്പർ ആക്കി, നിങ്ങൾ ഏത് RT ഓഫീസാണെന്ന് വെച്ചാൽ അവിടേക്ക് നമ്പർ ആക്കിയിട്ടാണ് നമുക്ക് ഈ ഇന്നോവ തരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഒരുപാട് ചെറുതും വലുതുമായ വണ്ടികൾ കുറെ നമ്മളെയൊക്കെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. കമ്പനി അവിടുന്ന് ഇവിടുന്നും പാർട്ടികളെയൊക്കെ ഒക്കെ പർച്ചേസ് ചെയ്ത ഒരുപാട് വാഹനങ്ങൾ നമ്മളെ പെയിന്റിങ്ങിലും ഡെന്റിങ്ങിലും ഇതിലൊക്കെ കിടക്കുന്നുണ്ട്. ഓരോ വണ്ടികളും നമുക്ക് സ്റ്റോക്ക് ഇങ്ങനെ കയറുമ്പോൾ ഒരു വീഡിയോക്ക് തികയുമ്പോൾ വിടല. കാരണം അപ്പൊ നമ്മളെ വാഹനത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യും, വാഹന പ്രേമികളും വാഹനം വാങ്ങാൻ ആവശ്യമില്ലോലും ഒക്കെ നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളും. പേജ് ഫോളോ ചെയ്താൽ എന്താണ്, നമ്മൾ വിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും.